ഒരു വെളുത്ത സുന്ദരില്ലേ, പുള്ളിക്കാരൻ ഉണ്ടാക്കാനേ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അമേരിക്കയിൽ നിരോധിച്ചപ്പോ നമ്മളാണെങ്കിലോ മൊത്തത്തിൽ കയ്യോടെ അങ്ങോട്ട് ഏറ്റുവാങ്ങി. ഇപ്പൊ ഉണ്ടല്ലോ എന്തുണ്ടാക്കാനും ഇങ്ങോരില്ലാണ്ട് പറ്റില്ല എന്നൊരവസ്ഥയിൽ വരെ എത്തിച്ചേർന്നു വെച്ചാ ശരീരത്തിന് ഒരു ആവശ്യമില്ലെങ്കിലും ഇതുകൊണ്ട് എന്തുണ്ടാക്കിയാലും ഒടുക്കത്തെ ടേസ്റ്റും ആയിരിക്കും. ആളെ പരിചയപ്പെടുത്തിയില്ലല്ലോ, മൈദ മോളുടെ കാര്യട്ടോ ഞാൻ ഈ വാദോരാണ്ട് പറഞ്ഞോണ്ടിരിക്കണേ. കോഴിമുട്ടയാണ് കേട്ടോ ബെസ്റ്റ് കോംബോ. രണ്ടുപേരും ചേർന്ന പിന്നെ രുചിയുടെ മേളം തന്നെ. അത് മാത്രല്ല പിന്നെ മുട്ട ഏതാ മൈദ ഏതാന്ന് തീരിയിട്ട് തരുന്ന പോലും പിടി കിട്ടില്ലാന്നേ. ഇതിന്റെ ഇൻഗ്രീഡിയൻസേ കമന്റ് ബോക്സിൽ നോക്കാൻ മറക്കണ്ടാട്ടാ. ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട്, ഭാവിയിൽ വല്ല ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങുകയാണെങ്കിലേ ഒരു ഗോതമ്പ് പാടും പിന്നെ ഒരു കോഴി ഫാമും വാങ്ങിയിട്ടേ പറ്റൂ. ഗോതമ്പൊന്ന് മൈദ ഉണ്ടാക്കുക, കോഴിയിൽ നിന്ന് മുട്ട എടുക്കുക, എന്നിട്ടൊരു 5-6 ഫാക്ടറി അങ്ങോട്ട് തുടങ്ങണം. സംസാരിച്ച സമയം പോയി തറഞ്ഞില്ല. മുട്ട ബിസ്ക്കറ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നാളെ കാണാം.